മുന്തിരി എടുത്ത് ശുദ്ധജലത്തിലിട്ടാൽ കുറച്ച് സമയം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് വീർത്തു വരും. അതേ മുന്തിരി ഉപ്പ് വെള്ളത്തിലോ പഞ്ചസാര വെള്ളത്തിലോ ഇട്ടാലോ അത് ചുരുങ്ങും. ഇത് മാജിക്കാണോ? അല്ല, ഇതിന് പിന്നിലെ ശാസ്ത്രമാണ് ഓസ്മോസിസ്. ഇപ്പോൾ ഒരു പ്രധാന കാര്യം ക്ലിയർ ആക്കി തരാം. ഓസ്മോസിസ് നമ്മൾ പഠിക്കുന്ന സമയത്ത് പലർക്കും കോൺസെൻട്രേഷൻ എന്ന് കേട്ടാൽ കൺഫ്യൂഷൻ വരും. ഇവിടെ പറയുന്ന കോൺസെൻട്രേഷൻ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ആണോ അല്ലെങ്കിൽ വാട്ടർ കോൺസെൻട്രേഷൻ ആണോ എന്നത് നമുക്ക് നോക്കാം. ഒരു സിമ്പിൾ റൂൾ വെച്ചിട്ട് നോക്കാം. നമുക്ക് നോക്കാം, സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ എന്താണ്, അവിടെ വാട്ടർ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തും കൂടെ മനസ്സിലാക്കണം, അവിടെ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കുറവാണ്. സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കുറവാണെന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണെന്ന് അർത്ഥം. അതായത് സൊല്യൂട്ട് കോൺസെൻട്രേഷൻ വാട്ടർ കോൺസെൻട്രേഷൻ ഓപ്പോസിറ്റ് റിലേഷനിലാണ് ഉള്ളത്. ഇനി നമുക്ക് ഓസ്മോസിൻ്റെ കറക്റ്റ് ഡെഫിനിഷൻ നോക്കാം. ഓസ്മോസിസ് എന്ന് പറയുന്നത് സെമി പെർമിബിൾ മെംബ്രെയിൻ വഴി, ഏത് വഴി? സെമി പെർമിബിൾ മെംബ്രെയിൻ വഴി വാട്ടർ കോൺസെൻട്രേഷൻ കൂടുതലുള്ള സ്ഥലത്ത് നിന്ന്. വാട്ടർ കോൺസെൻട്രേഷൻ കൂടുതലുള്ള സ്ഥലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്, സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? കുറവായിരിക്കും. ഇനി വാട്ടർ കോൺസെൻട്രേഷൻ കുറഞ്ഞ സ്ഥലത്തേക്ക്, വാട്ടർ കോൺസെൻട്രേഷൻ കുറഞ്ഞ സ്ഥലത്തേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? കൂടുതലായിരിക്കും. വാട്ടർ മോളിക്യൂൾ സഞ്ചരിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓസ്മോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയും പറയാം, സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കുറഞ്ഞ സ്ഥലത്ത് നിന്ന് സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടുതലുള്ള സ്ഥലത്തേക്ക് വാട്ടറിൻ്റെ മൂവ്മെൻറ്റിനാണ് നമ്മൾ എന്ത് പറയുക? ഓസ്മോസിസ് എന്ന് പറയുക. അപ്പോൾ നമുക്ക് എന്താണ് ഓസ്മോസിസ്? സെമി പെർമിബിൾ മെംബ്രെയിൻ വഴി വാട്ടർ കോൺസെൻട്രേഷൻ കൂടുതലുള്ള സ്ഥലത്തു നിന്ന് വാട്ടർ കോൺസെൻട്രേഷൻ കുറഞ്ഞ സ്ഥലത്തേക്ക് വാട്ടർ മോളിക്യൂൾ സഞ്ചരിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓസ്മോസിസ് എന്ന് പറയുന്നത്. നമുക്കിങ്ങനെയും പറയാം, സൊല്യൂട്ട് കോൺസെൻട്രേഷൻ എന്താ, കുറഞ്ഞ സ്ഥലത്ത് നിന്ന് സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടുതലുള്ള സ്ഥലത്തേക്ക് വാട്ടർ മൂവ് ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓസ്മോസിസ് എന്ന് പറയുന്നത്. നമുക്ക് മുന്തിരിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ് നോക്കാം. ഓക്കെ, നമ്മൾ മുന്തിരി പ്യുവർ വാട്ടർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്യുവർ വാട്ടറാണ്. അപ്പോൾ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ എന്താണ്? കൂടുതലാണ്. അപ്പോൾ പുറത്തുള്ള സൊല്യൂഷനിൽ സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ കുറവാണ്, വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. അപ്പോൾ എന്താണ്, മുന്തിരിയുടെ ഉള്ളിൽ വാട്ടർ കോൺസെൻട്രേഷൻ എന്താണ്? കുറവാണ്. അതുകൊണ്ട് വെള്ളം പുറത്തു നിന്ന് അകത്തേക്ക് കടക്കുന്നു. എന്നാൽ എന്ത് സംഭവിക്കും? മുന്തിരി വീർത്ത് വരും. ഇതാണ് എൻഡോസ്മോസിസ്. ഇത് നമ്മളൊരു ബീക്കറിൽ വെള്ളം എടുത്തിട്ടുണ്ട്. പ്യുവർ വാട്ടറാണ്. അപ്പോൾ പ്യുവർ വാട്ടറിൽ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. അവിടെ എന്തുണ്ടാവില്ല? സൊല്യൂട്ട് ഉണ്ടാവില്ല. നമ്മൾ എന്താണ്, ഒരു മുന്തിരി വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഓക്കെ, മുന്തിരിൻ്റെ ഉള്ളിൽ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ എന്താണ്? കുറവാണ്. അപ്പോൾ ഈ മുന്തിരി ഇട്ട വെള്ളത്തിൻ്റെ അകത്ത് വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്, മുന്തിരിൻ്റെ ഉള്ളിൽ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കുറവാണ്. അപ്പോൾ എങ്ങനെയാണ് വാട്ടർ മൂവ് ചെയ്യുന്നത്? ഹൈ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ ടു ലോ വാട്ടറിൻ്റെ കോൺസെൻട്രേഷനിലേക്ക്. അപ്പോൾ എന്താക്കും? മുന്തിരിൻ്റെ ഉള്ളിലേക്ക് ആര് വരും? വെള്ളം വരും. മുന്തിരിൻ്റെ ഉള്ളിലേക്ക് ആര് വരും? വെള്ളം വരും. വാട്ടർ ഉള്ളിലേക്ക് വരും. അപ്പോൾ എന്താകും? മുന്തിരി എന്തോ വീർത്തു വരും. ഇനി നമ്മൾ മുന്തിരിന എന്താ, ഒരു സാൾട്ട് വാട്ടറിലെ ഷുഗറിൻ്റെ സൊല്യൂഷനോ സാൾട്ടോ അല്ലെങ്കിൽ ഷുഗർ സൊല്യൂഷനോ ഇട്ട്, അപ്പോൾ പുറത്തുള്ള സൊല്യൂഷനിൽ എന്താണ്? സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടുതലാണ്, വാട്ടർ കോൺസെൻട്രേഷൻ കുറവാണ്. മുന്തിരിൻ്റെ ഉള്ളിൽ എന്താ? വാട്ടർ കോൺസെൻട്രേഷൻ കൂടുതലാണ്. അപ്പോൾ വെള്ളം അകത്തു നിന്ന് പുറത്തേക്ക് പോകും, മുന്തിരി ചുരുങ്ങുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സോസ്മോസിസ് എന്ന് പറയുന്നത്. ഇപ്പം പറഞ്ഞ കാര്യമാണ് ഒന്നും കൂടെ പറഞ്ഞത്. ഇത് പ്യുവർ വാട്ടറാണ്. പ്യുവർ വാട്ടറിൻ്റെ അകത്ത് വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. ഈ പ്യുവർ വാട്ടറിൻ്റെ അകത്തേക്ക് നമ്മൾ സോൾട്ടോ അല്ലെങ്കിൽ ഷുഗറോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും, സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. നമ്മൾ ഷുഗർ അല്ലെങ്കിൽ സോൾട്ട് എന്താണ്? സൊല്യൂട്ടാണ്. ഇനി നമുക്ക് ഈ സൊല്യൂഷനിലേക്ക് എന്താണ്, സൊല്യൂഷനിലേക്ക് സോൾട്ടോ അല്ലെങ്കിൽ ഷുഗറിൻ്റെ അകത്ത് സൊല്യൂഷനിലേക്ക് നമ്മൾ മുന്തിരി ഇട്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ഇവിടെ എന്താണ് വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ എന്താണ്? കുറവാണ്. ഓക്കെ, സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ എന്താണ്? കൂടുതലാണ്. ഓക്കെ, ഇതിവിടെ വാട്ടറിൻ്റെ നമ്മൾ മുന്തിരി നോക്കി കഴിഞ്ഞാൽ എന്താണ്, അവിടെ എന്താണ്, ഇതിൻ്റെ മുന്തിരിൻ്റെ ഉള്ളിൽ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ എങ്ങനെയാണ് എഴുതുക? വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ എന്താണ്? കൂടുതലാണ്. ഓക്കെ, അപ്പോൾ കൂടുതലായതുകൊണ്ട് ഇവിടെ ഈ മുന്തിരിൻ്റെ സറൗണ്ടിങ്ങിൽ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കുറവാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? മുന്തിരിൻ്റെ ഉള്ളിൽ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. അപ്പോൾ വാട്ടർ കോൺസെൻട്രേഷൻ കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കോൺസെൻട്രേഷൻ കുറവുള്ള സ്ഥലത്തേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? മുന്തിരിൻ്റെ അകത്ത് വാട്ടർ പുറത്തോട്ടേക്ക് വരും. ആ സമയത്ത് എന്ത് സംഭവിക്കും? മുന്തിരി ചുരുങ്ങിപ്പോകും. 2 ടൈപ്പ് ഓഫ് ഓസ്മോസിസ് ഉണ്ട്. എക്സോസ്മോസിസ് ഉണ്ട്, എൻഡോസ്മോസിസ് ഉണ്ട്. ആദ്യം നമുക്ക് എൻഡോസ്മോസിസ് നോക്കാം. ഓക്കെ, ഒരു സെല്ലിൻ്റെ പുറത്തുള്ള സൊല്യൂഷനിൽ വാട്ടർ കോൺസെൻട്രേഷൻ കൂടുതലായാൽ വെള്ളം സെല്ലിൻ്റെ ഉള്ളിലേക്ക് കടക്കും, സെല്ല് വീർത്ത് വരും, സെല്ല് ടർജിഡ് ആവും. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? എൻഡോസ്മോസിസ് എന്ന് പറയുന്നത്. നമ്മൾ മുന്തിരിൻ്റെ എക്സ്പെരിമെൻറ്റിൽ പറഞ്ഞില്ലേ, അതിൽ ആദ്യത്തത് റെസിൻ ഇൻ പ്യുവർ വാട്ടർ, പ്ലാന്റ് സെൽ ഇൻ ഡയലൂട്ട് സൊല്യൂഷൻ. അത് എന്തിന് എക്സാമ്പിളാണ്? എൻഡോസ്മോസിസിന് എക്സാമ്പിളാണ്. രണ്ടാമത്തേതാണ് ഇത് എക്സോസ്മോസിസ്. ഒരു സെല്ലിൻ്റെ പുറത്തുള്ള സൊല്യൂഷനിൽ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കുറവായതിനാൽ വെള്ളം സെല്ലിൽ നിന്ന് പുറത്തോട്ടേക്ക് പോകും, സെല്ല് ചുരുങ്ങും, സെല്ല് ഫ്ലാസിഡ് ആവും. അതിനാണ് നമ്മൾ ഇത് പറയുന്നത് എക്സോസ്മോസിസ് എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് റെസിൻ ഇൻ സോൾട്ട് അല്ലെങ്കിൽ ഷുഗർ സൊല്യൂഷൻ, പ്ലാന്റ് സെൽ ഇൻ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. അതിൻ്റെ എക്സാമ്പിളാണ് എക്സോസ്മോസിസ്. എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ എക്സ്പെരിമെൻറ്റിൽ ഫസ്റ്റ് പറഞ്ഞത് എൻഡോസ്മോസിസ് എക്സാമ്പിളാണ്. അത് ചോദിച്ചു കഴിഞ്ഞാൽ എൻഡോസ്മോസിസ് എന്താണെന്ന് പറയാം, ആ എക്സ്പെരിമെൻറ്റ് എഴുതി വെക്കാം. രണ്ടാമത് പറഞ്ഞതാണ് എക്സോസ്മോസിസ് എന്നാണ് ഈ പറഞ്ഞത് എഴുതി വെച്ചാൽ ഫുൾ മാർക്ക് കിട്ടും. ഇനി നമുക്ക് ഇമ്പോർട്ടൻസ് നോക്കാം. ഓസ്മോസിസിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? വാട്ടറിൻ്റെ അബ്സോർപ്ഷൻ ഇൻ പ്ലാന്റ്സ്, റൂട്ട് ഹെയർ സെൽസ് ഉണ്ടല്ലോ, വെള്ളം അബ്സോർബ് ചെയ്യുന്നത് ഓസ്മോസിസ് വഴിയാണ്. സെല്ലിൻ്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. ഓസ്മോസിസ് കൊണ്ടാണ് സെൽ നോർമൽ ഷേപ്പിൽ നിൽക്കുന്നത്. പ്ലാന്റ് ഫ്രഷ് ആയി നിൽക്കാൻ സഹായിക്കുന്നു. ഓസ്മോസിസ് മൂലം പ്ലാന്റ്സിൽ ടർജിഡായി നിൽക്കും. ഓസ്മോസിസ് ഇല്ലെങ്കിൽ എന്താവും? പ്ലാന്റ്സിൽ വിൽട്ട് ചെയ്യും. ലൈഫ് പ്രോസസ്സ് സ്മൂത്ത് ആയി നടക്കാം. ലിവിംഗ് സെല്ലിൽ വാട്ടർ ബാലൻസ് നിലനിർത്താൻ ഓസ്മോസിസ് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ
നമുക്ക് എക്സാമിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇതാ ഡെഫിനിഷൻ മാത്രം എഴുതിയാൽ മതി. ഓസ്മോസിസ് ഈസ് ദ മൂവ്മെന്റ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഫ്രം എ റീജിയൻ ഓഫ് ഹയർ വാട്ടർ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ലോവർ വാട്ടർ കോൺസെൻട്രേഷൻ ടു എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഒന്നും കൂടെ പറഞ്ഞു തരാം. ഓസ്മോസിസ് ഈസ് ദ മൂവ്മെന്റ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഫ്രം എ റീജിയൻ ഓഫ് ഹയർ വാട്ടർ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ലോവർ വാട്ടർ കോൺസെൻട്രേഷൻ ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. നമുക്ക് ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിന്റെ ടൈപ്സ് എഴുതണം. എൻഡോസ്മോസിസ്, ഇൻവേർഡ് മൂവ്മെന്റ് ഓഫ് വാട്ടർ, എക്സോസ്മോസിസ്, ഔട്ട്വേർഡ് മൂവ്മെന്റ് ഓഫ് വാട്ടർ. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്താണ് ഓസ്മോസിസിന്റെ ഡെഫിനേഷൻ എഴുതുക, ടൈപ്സ് എഴുതുക, റെസിന്റെ മുന്തിരിന്റെ എക്സ്പെരിമെന്റ് എഴുതി കൊടുക്കുക, ഒബ്സർവേഷൻ എഴുതുക, കൺക്ലൂഷൻ എഴുതുക. ഇത്ര എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഫുൾ മാർക്ക് കിട്ടും. ഇത് മനസ്സിലായോ?